കൊക്കോയുടെ വിലയും വിളവും ഇടിഞ്ഞ് കർഷകർ ദുരിതത്തിൽ. വിലവർദ്ധനവ് മുന്നിൽ കണ്ട് പലരും വായ്പ തരപ്പെടുത്തി കൃഷി ആരംഭിച്ചിരുന്നു. എന്നാൽ കർഷകരുടെ സ്വപ്നങ്ങൾ തകർത്ത വിലയും ഉൽപാദനവും കൂപ്പുകുത്തിയത് കൊക്കോ കർഷകർക്ക് നിരാശയായി. കൊക്കോ പച്ച കിലോയ്ക്ക് 350 രൂപയായിരുന്നു. ഇത് 60ലേക്കും 1000-ന് മുകളിൽ വിലയുണ്ടായിരുന്ന ഉണക്കയ്ക്ക് 300ലേക്കുമാണ് കൂപ്പുകുത്തിയത്. ഇതിന് പിന്നാലെ ഉൽപാദനം 4-1 ചുരുങ്ങിയതും കർഷകർക്ക് ഇരുട്ടടിയായി. കഴിഞ്ഞ ഏതാനും മാസത്തിനുള്ളിൽ നഴ്സറികളിൽ നിന്ന് വൻതോതിലാണ് കൊക്കോ തൈകൾ വിറ്റുപോയത്. കടം വാങ്ങിയും ബാങ്ക് വായ്പ തരപ്പെടുത്തിയുമാണ് പലരും പുതുകൃഷി ആരംഭിച്ചത്. മറ്റ് കാർഷിക വിളകളുടെ വിലത്തകർച്ച കാരണം പൊറുതിമുട്ടിയ കർഷകർ കൊക്കോയുടെ വില ഉയരുന്നത് കണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് കൃഷി ഇറക്കിയത്. സീസണിൽ ഉണ്ടായിരുന്ന ഉൽപാദനത്തിന്റെ 4-1 പോലും ഉൽപാദനമില്ല. ചെടികൾ വെറുതെ തളിർത്തു നിൽക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് തിരിച്ചടിയായത്. ഒരു വില കിട്ടിയപ്പം ഉൽപാദനം കുറവായിരുന്നു. മരപ്പെട്ടി അണ്ണാനായി തുടങ്ങിയ ഈ ശല്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ ഈ കൊക്കോ കണ്ടാലും പനിച്ചു പോകുന്നു. മഴ കൂടി കഴിയുമ്പോഴത്തേക്കും പനിച്ചു പോവുകയാണ്. വിലയില്ല. അത് കൃഷിക്കാരാ പല നഷ്ടത്തിലാണ്, ദുരിതത്തിലാണ്. ഉൽപാദനം കുറഞ്ഞിട്ടും കീടബാധയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷികളുടെയും അണ്ണാന്റെയും ശല്യം തുടരുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്. വരുന്ന സീസണിൽ കൊക്കോ വിൽക്കാൻ കർഷകർക്ക് ഉണ്ടാവാത്ത അവസ്ഥയിലാണ്. കായുകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ പനി ബാധിച്ച് നശിക്കും. ചിലത് അഴുകി നശിക്കും. ബാക്കി അണ്ണാനും മറ്റു പക്ഷികളും കൊണ്ടുപോകും. കർഷകർക്ക് വെറുതെ കൊക്കോ കൃഷി ചെയ്യാമെന്നേ ഉള്ളൂ. ഈ നില തുടർന്നാൽ കർഷകർ വീണ്ടും കൊക്കോയെ കൈവിടും. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.